നിന്നോട് ഞാൻ പറയുന്ന കേക്ക്. നീ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. അമ്മ ഇപ്പൊ വരും. ഇതെല്ലാം കണ്ട ആകെ പ്രശ്നമാവും. ഇടി, പ്രിയാമ്മ വരുന്നതിന് മുമ്പ് നമുക്ക് കല്യാണം നടത്താം. കല്യാണം കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു തന്നെയല്ലേ? എടാ, നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? അതെ, നീ എന്നെ വെറുതെ നിർബന്ധിക്കണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. തുളസി, എന്നോടൊന്നും ഇനി പറയണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എനിക്ക് നിന്റെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. തുളസി, വേണ്ട, പറഞ്ഞു കേൾക്കും. വരുന്നു. നീ എന്തിനെങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? പലയിടത്തും പോയി ഒളിക്കാൻ നോക്ക്. അതെ, വാ. ഓടോ, വരാൻ. പ്രിയേ, പ്രിയേ, അങ്ങോട്ട്. ഇവിടെ നിക്ക്. അവര് പോയിട്ട് ഞാൻ വിളിക്കാം. എന്തിനാടി ഈ ഹാരങ്ങള്? അതിപ്പം ദുർഗാമേന്ദനെ അറിയാം. എനിക്കറിയണം. ആന്റി, ഇത് ആദ്യമായിട്ട് ഇവളെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇത് എന്റെ ആകെയുടെയും കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. നിന്നോട് ആരാ പറഞ്ഞ? ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതൊന്നും അല്ല ഇത്. ഇനി അഥവാ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള പേടിയോ എനിക്കില്ല. ദുർഗാമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം ഒരിക്കലും രഹസ്യമായി നടക്കില്ല. അത് പരസ്യമായിട്ട് തന്നെ നടത്തും. കൊന്നുകളയും നിന്നെ ഞാൻ. ദുർഗാമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നെ കൊല്ലണോ? എങ്കിൽ കൊന്നോ. ഞാൻ എന്താ മുന്നിൽ തന്നെ നിൽക്കല്ലേ? ആദ്യം ഇവിടെ. ഓ, ആദ്യം ഇവിടെ ഒന്നും ഇല്ല. അവൻ ഇവിടെ ഉണ്ട്. എനിക്കതറിയാം. അവൻ തന്നെയാ ഈ ഹാരമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പൂക്കടയിലെ ആള് പറഞ്ഞല്ലോ ആദ്യമായിട്ട് 2 ഹാരം വാങ്ങിട്ട് പോയിന്ന്. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ആദി, ഇറങ്ങി വന്നോ? ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാം ദുർഗാമ്മയ്ക്കും ആതിരയ്ക്കും മനസ്സിലായി. ആദി, ഇറങ്ങി വാ. ദുർഗാമ്മ കാത്തു നിക്ക. ആദ്യം ഇവിടെ ഉണ്ടെന്ന് ഇവള് ധൈര്യമായിട്ട് സമ്മതിക്കണമെങ്കിൽ അത് ഇവളുടെ അടവാ. ഇവള് നമ്മളെ പറ്റിക്കാൻ നോക്കുക. ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇവൾ ഒരിക്കലും അത് പറയില്ല. പഠിച്ച കള്ളിയാ ഇവള്. അപ്പൊ ഞങ്ങൾ ഊഹിച്ച പോലെ തന്നെ നിങ്ങൾ കല്യാണം നടത്താൻ നോക്കായിരുന്നല്ലേ? നിനക്ക് ആദ്യമായിട്ട് വിവാഹം കഴിക്കണം അല്ലേടി? നിന്നെ അതിരെ നിർത്ത്. ഇവളെ നമ്മളെ കളിപ്പിക്കാൻ നോക്കുക. ഇവിടെ ആദ്യം ഇല്ല. ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ
ഇവൾ ഇത്ര ധൈര്യത്തിൽ അവനോട് ഇറങ്ങി വരാൻ പറയില്ല. അയ്യോ ദുർഗമ്മ ആദ്യം ഇവിടെ തന്നെ ഉണ്ട്, വേണമെങ്കിൽ കയറി പരിശോധിച്ച് നോക്ക്. വാ. വേണ്ട, ഒരു പരിശോധനയുടെ ആവശ്യമില്ല. നിന്റെ ആദ്യ സാമർഥ്യം എന്നോട് കാണിക്കണ്ട. വാ, നമുക്ക് പോവാം. സംഗതി ഏറ്റു, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പോയോ? അമ്മ പോയല്ലേ? പോയി. ആ, എന്നാ ഇനി നമുക്ക് വിവാഹം കഴിക്കാം. ഇറങ്ങടാ, ഇറങ്ങടാ പുറത്ത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് തല്ലി ഇറക്കും. ഇറങ്ങി പോവാൻ. ദേ, ദുർഗാമ്മ പോയിന്നൊന്നും നീ വിചാരിക്കണ്ട. ചിലപ്പോ ഉടനെ തന്നെ തിരികെ ഇങ്ങോട്ട് കയറി വരും. അതുകൊണ്ട് നീ പോവാൻ നോക്ക്. പോടോ, ചെല്ല് ചെല്ല്, പോ. ദേ, അങ്ങോട്ടല്ല, പിന്നെ ദാ ആ ബാൽക്കണിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ടോ. ആ പിന്നെ ഇല്ലെങ്കിൽ നീ വീണ്ടും ചെന്ന് ചാടുന്നതേ നിന്റെ അമ്മയുടെ മുമ്പിലേക്കായിരിക്കും. ചെല്ല് ചെല്ലടോ അങ്ങോട്ട്. ഓ ഓ സുലു, ആദ്യ വന്നോ? ആദ്യ പൂജാമുറിയിലുണ്ട്. പൂജാമുറിയില്ല? സാധാരണ പൂജാമുറി കയറുന്ന പതിവൊന്നുമില്ലല്ലോ, അത് ഈ നേരത്ത്. അല്ല, അവനെന്തിനാ പൂജാമുറി കയറിയത്? ഞാനൊന്ന് നോക്കട്ടെ. ഇവനിത് എന്ത് പറ്റി? ആദ്യം സ്വീകരിച്ചട്ടെ. നിന്നോടിന് പ്രത്യേകിച്ച് പറയണോ? എന്തിനാടാ ഈ നാടകമൊക്കെ? ഇത് ഭക്തി കൊണ്ടുള്ള പൂജയൊന്നുമല്ല, എന്തോ കള്ളക്കളിയുണ്ട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഇതുവരെ ഇതുപോലത്തെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് എവിടുന്നാ ഇങ്ങനത്തെ ഭക്തി പൊട്ടിമുളിച്ചത്? എന്താണ് ഉദ്ദേശം? എന്തുദ്ദേശം? അമ്മ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ പൂക്കടയിൽ 2 തുളസിഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത്? തുളസിഹാരോ? ഞാനോ? ഞാൻ ഒരു ഹാരവും വാങ്ങിയിട്ടില്ല. ആരാ അമ്മയോട് ഈ കള്ളത്തരം പറഞ്ഞേ? ആ ഫ്ലവർ ഷോപ്പിൽ അവര് തന്നെ പറഞ്ഞേ. അയ്യോ, ആ സ്ത്രീക്ക് ആളെ തെറ്റിയതാവൂ. വേറെ ആരെങ്കിലും കണ്ടിട്ടേ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചാവൂ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. നീയും തുളസിയും തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടിയല്ലേ നീ ആ ഹാരം വാങ്ങിക്കൊണ്ടുപോയത്? ഞാനോ? ദുർഗേച്ചി, ഞാൻ എന്തൊക്കെയാ ഈ കേക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറയും. അല്ല, അമ്മയ്ക്കിത് എന്തു പറ്റി? ദേ, എന്റെ മുമ്പിൽ ഉരുണ്ട് കളിക്കണ്ട. നീ വാങ്ങിച്ച ഹാരം തുളസിയുടെ വീട്ടിൽ കണ്ടല്ലോ ഞാൻ. തുളസിയുടെ വീട്ടിലെ തുളസിഹാരം കണ്ടതിന് ഞാൻ എന്ത് വിളിച്ചു? ആ ഹാരം എവിടുന്ന് വന്നു അവളോട് പോയി ചോദിക്ക്. അവളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവള് കള്ളല്ലേ പറയൂ. അതെ, അത് തന്നെ. ഞങ്ങള് വന്നപ്പോ നീ തുളസിയുടെ വീട്ടിൽ ഇല്ലായിരുന്നോടാ? ഞങ്ങളെ കണ്ടിട്ടല്ലേ നീ അവിടുന്ന് മുങ്ങി ഇവിടെ വന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് പൂജ നടത്തുന്നേ? ഇതാണ് അമ്മയുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. എന്നാ ഞാനെന്തെങ്കിലും പറഞ്ഞാലോ അത് തീരെ വിശ്വസിക്കത്തുമില്ല.
ഞാൻ ഈ പൂജ നടത്തി എന്തിനാന്ന് അമ്മയ്ക്കറിയോ? അമ്മേ, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ഞാൻ ഈ പൂജ നടത്തിയത്. ഭഗവാനെ, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കുന്നേ. ഇനിയെങ്കിലും ആരെങ്കിലും പറയുന്നത് അമ്മ കണ്ണും പൂട്ടി വിശ്വസിക്കരുതേ. നിർത്ത്. ആദ്യേട്ടാ, ഞങ്ങൾ വന്നോണ്ടല്ലേ ആദ്യേട്ടന് തുളസി വിവാഹം കഴിക്കാൻ പറ്റാത്ത? ആ, കൊള്ളാം. നീയും അമ്മയെ പോലെ തുടങ്ങിക്കോ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ല വെച്ചാ ഇത് വലിയ കഷ്ടമാണേ. ആദി, ദുർഗേച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? ഈ അമ്മയെ നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. ദേ, ദുർഗേച്ചിയെ വിഷമിപ്പിച്ചുകൊണ്ട് നീ തുളസിയെ വിവാഹം ചെയ്യാൻ പോയത് ഏതായാലും ശരിയായില്ല. അപ്പോ സുലു ആന്റി ഇവർക്കൊപ്പം ചേർന്നോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ദേ ആദ്യേട്ടാ, ആന്റി എന്നും ഫൂളാക്കാൻ ശ്രമിക്കരുത്. അതി, നീ എന്നെ എത്ര മണ്ടിയാക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിന് നിന്ന് തരില്ല. നീ ഈ പൂജ നടത്തി എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ദൈവം എന്റെ ഒപ്പാ. അതുകൊണ്ടാ ഞാൻ എല്ലാം അറിഞ്ഞതും കൃത്യസമയത്ത് അവിടെ എത്തിയതും. ഇല്ലെങ്കിൽ നീ അവളുടെ കഴുത്തില് താലി കെട്ടിയനെ. അമ്മേ, നീ ഇനി നിഷേധിക്കാൻ ശ്രമിക്കണ്ട. എന്റെ ഇഷ്ടത്തിനെതിരായി നീ തുളസിയെ വിവാഹം കഴിച്ച പിന്നെ നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ ഈ ദുർഗ ഉണ്ടാവില്ല. നീ അത് ഓർത്തോ? അവനെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ അയക്കാൻ എത്ര കഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് വല്ലതും അവന്റെ തലയിൽ കയറണ്ടേ. കല്യാണം ഇപ്പൊ തന്നെ നടത്തിയാലേ പറ്റുള്ളൂ അത്ര. ആരോ താലിയുമായിട്ട് വന്നപ്പോ അവന് കല്യാണം കഴിക്കാൻ വേണ്ടി തുളസി തല നീട്ടി കൊടുക്കണമായിരുന്നല്ലേ. തുളസി, എന്താ എന്താ നിന്റെ കയ്യില്? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലമ്മേ. ആരോ? ഇതെന്താ ആരൊക്കെ പിടിച്ചിട്ട്? അത് അമ്മേ, ഇത് കൃഷ്ണന്റെ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടാ. ഈ രണ്ട് ഹാരവും അമ്പലത്തിൽ കൊടുക്കാൻ പോവാണോ? രണ്ടെണ്ണം അല്ല, ഒരെണ്ണം. ഒരെണ്ണം ഉമാമഹേശ്വരി ഇല്ലേ, അവരൊരു ഫംഗ്ഷന് വരുമ്പോ അണിയിക്കാനുള്ളതാ. ഈ തുളസിഹാരോ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. സാധാരണ ഇങ്ങനെയുള്ള തുളസിഹാരം കല്യാണത്തിനല്ലേ ഉപയോഗിക്കാറ്? ഫംഗ്ഷൻ ഇത് അണിയിക്കുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അല്ല പിന്നെ അമ്മേ, ഈ തുളസി ഉമാമഹേശ്വരിക്ക് അണിയിക്കുന്ന ഹാരം തുളസിക്കതിർ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എടി, നിനക്ക് ഈ അനുഭവിച്ചതൊന്നും പോരെ. ഉമാമഹേശ്വരി അല്ലേ നിന്നെ ആദ്യം തട്ടിക്കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് വീണ്ടും നീ അവരോട് ബന്ധം സ്ഥാപിക്കുകയാണോ? നിന്നോടൊരു 100 ആവർത്തി ഞാൻ പറഞ്ഞതാ അവരുമായിട്ട് യാതൊരു ബന്ധവും നമുക്കിനി വേണ്ടെന്ന്. ദേ, ഇനി നീ ഉമയെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നല്ല പെട വെച്ച് തരിഞ്ഞ ഇതൊക്കെ വലിച്ചെടുത്ത് വെളി കളയും ഞാൻ. ദേ, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത് കേട്ടല്ലോ. അവളുടെ ഒരു ഹാരം
ഏതായാലും കല്യാണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാ. കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് അത് നടന്നില്ല. ആദ്യം തുളസി എത്ര നിഷേധിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ആ ഹാരങ്ങൾ എന്തിനാ അവിടെ വാങ്ങി വെച്ചത്? ഏതായാലും കല്യാണം നടക്കാത്തത് മഹാഭാഗ്യം. അത് നടന്നിരുന്നെങ്കിലേ ഇന്ന് ഈ വീട്ടിൽ എന്റെ ചിതയുയർന്നേനെ. തുളസി ആദ്യം തമ്മിലുള്ള വിവാഹം നടന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അപ്പച്ചി. ആദ്യ എന്റെ എല്ലാം. ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയിട്ടാ. അവനെ അവള് തട്ടിയെടുത്ത ഞാനത് എങ്ങനെ സഹിക്കും അപ്പച്ചി? എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അതെ, നീ ഒന്ന് സമാധാനിക്കേ. എന്തായാലും അതൊന്നും നടന്നില്ലല്ലോ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കണ്ടാലൊന്നും ശരിയാവില്ല. ഇന്ന് തന്നെ പൂക്കടയിൽ പൂ വാങ്ങാൻ പോയതുകൊണ്ടാ ഇതൊക്കെ അറിഞ്ഞത്. ഇനിയൊരു പക്ഷേ നമുക്കിതൊന്നും അറിയാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ശരിയാണ്. ഇന്ന് നീ ഇത് അറിഞ്ഞതുകൊണ്ട് തുളസി കുറച്ചുകൂടെ കരുതലെടുക്കും. ഇനി ഒരിക്കലും അവളുടെ പദ്ധതി പൊളിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുളസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇനി നമ്മുടെ കൺവട്ടത്ത് വെച്ച് കല്യാണം നടത്താൻ തുളസി ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനും ചിന്തിച്ചു. ആദിത്യനെ തന്ത്രപൂർവ്വം ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് അകലെ എവിടെയെങ്കിലും വെച്ച് വിവാഹം നടത്താനാവും തുളസിയുടെ പ്ലാൻ. അതെ, ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആദിത്യനെ നമ്മള് സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റണം. അതൊന്നും ശരിയാവില്ല അപ്പച്ചി. ഷോ, നീ ഇങ്ങനെ വാശി പിടിച്ച പിന്നെങ്ങനാ? തുളസിയെ ഒതുക്കണമെങ്കിൽ ഇനി ബുദ്ധി മാത്രം പോരാ. അവളെ കായികമായിട്ട് തന്നെ നേരിടണം, അടിച്ചൊതുക്കണം. അതിന് പറ്റിയ ഗുണ്ടകളെയാ ഏർപ്പാടാക്കേണ്ടത്. ആ, അതുകൊള്ളാം. കയ്യും കാലും അടിച്ചൊടിച്ച് അവളെ കുറെ നാളത്തേക്ക് കട്ടിലീന്ന് എഴുന്നേൽക്കാനാവാത്ത വിധം കിടത്തണം. ആ സമയം കൊണ്ട് നമുക്ക് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്താം. അതെ, ഇനിയിപ്പോ അതേ ഉള്ളൊരു മാർഗം. പക്ഷേ ഈ ഗുണ്ടകളെ എങ്ങനെ കണ്ടെത്തും? ഞാൻ ഗുണ്ടകളെ തേടി ഇറങ്ങിയ പ്രസാദേട്ടൻ അത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. പ്രസാദേട്ടൻ അറിഞ്ഞാ പിന്നെ നമ്മുടെ പ്ലാൻ ഫുള്ള് തകരും. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. ഈ കാര്യം എനിക്ക് വിട്ടേക്ക്. അതിന് പറ്റിയ ആൾക്കാര് ഞാൻ അറേഞ്ച് ചെയ്യും. തുളസി, ആഹാ, ഗ്രാൻഡ് സെറ്റപ്പ് ആണല്ലോ. പിന്നെ എന്തിനെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ? എല്ലാം അതിന്റേതായ രീതിയിൽ തന്നെ നടത്തണ്ടേ? ഇടുക്കിയിട്ടുണ്ടല്ലോ. അതാണ് തുളസി. വാ, അകത്തേക്ക് വാ. കാണിക്കാം. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് എന്റെയും ആദിയുടെയും വിവാഹം നടന്നിരിക്കും. ഇല്ലെങ്കിലേ എന്റെ പേര് മാറ്റിക്കും.
കുറിച്ച് ആലോചിക്കുമ്പോ പാവം അമ്മ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മോനിപ്പോ തനിയിരുന്ന് പറയുന്നതെല്ലാം അമ്മ കേട്ടു. അമ്മ കഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ?